ഫ്രണ്ട്സ്, കരിയർ ട്രാക്കർ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പറയുന്നത് പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ സെൻറ്റൻസുകളെ നമുക്ക് നാലായിട്ട് തിരിക്കാം. ഓക്കെ, പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ്റെ അനുസരിച്ച് ഒരു സെൻറ്റൻസ് നമ്മൾ പല സമയത്തും പല രീതിയിലാണ് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിൻ്റെ പർപ്പസിനനുസരിച്ച് നമുക്ക് സെൻറ്റൻസുകളെ നാലായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് അസേർട്ടീവ്. അസേർട്ടീവ് സെൻറ്റൻസസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെൻറ്റൻസസ്, മൂന്നും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പോൾ മൂന്ന് രീതിയിലും പറയാം. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം, അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം, അസേർട്ടീവ് സെൻറ്റൻസും എന്നും പറയാം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. മൂന്നാമത്തെ ടൈപ്പ് ഇംപറേറ്റീവ് സെൻറ്റൻസസ്. നാലാമത്തെ ടൈപ്പ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പ് സെൻറ്റൻസുകളാണ് പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സെൻറ്റൻസുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് അഫർമേറ്റീവ്, 2 ഇൻട്രോഗേറ്റീവ്, 3 ഇംപറേറ്റീവ്, 4 എക്സ്ക്ലമേറ്ററി. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം അഫർമേറ്റീവ് സെൻറ്റൻസ് നോക്കാം. അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസിനെയാണ് നമ്മൾ അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരുന്ന ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? അഫർമേറ്റീവ് സെൻറ്റൻസസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ്, അതല്ലെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അസേർട്ടീവ് സെൻറ്റൻസസ് is a statement which gives any information or expression to our thoughts. ഒന്നുകിൽ നമ്മുടെ തോട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളെ പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള സെൻറ്റൻസുകളൊക്കെയാണ് നമ്മൾ എന്ത് പറയാം? അഫർമേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഷുക്കൂർ ഈസ് മൈ ഫ്രണ്ട് അല്ലേ, അവിടെ നമുക്കൊരു ഇൻഫർമേഷൻ തരികയാണ് അല്ലേ. ഇനി അടുത്തത് ഇന്ത്യ ഈസ് മൈ കൺട്രി. അതേപോലെ തന്നെ ഹി ഗോസ് ടു സ്കൂൾ, വി ഹാവ് വിസിറ്റഡ് ഹിം, ദ ക്യാൻ ഹെൽപ്പ് അസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ്, അതല്ലെങ്കിൽ നമ്മുടെ തോട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളൊക്കെയാണ് അഫർമേറ്റീവ് സെൻറ്റൻസസ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്, എന്നൊരു കാറ്റഗറിയിൽ വരുന്ന സെൻറ്റൻസുകൾ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ ഉണ്ടല്ലോ. ചില സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലേ, ചോദ്യം ചോദിക്കാനായിട്ട് കുറേ സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം സെൻറ്റൻസുകളെയാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. സെൻറ്റൻസ് വിച്ച് എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യുന്ന സെൻറ്റൻസ് ഒബ്വിയസ്ലി അത് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻസ് അല്ലേ, WH ക്വസ്റ്റ്യൻസും ഉണ്ട്, അതേപോലെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്. എന്താണ് ഈ WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ? WH വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ വാട്ട്, വേർ, വെന്, ഹു അല്ലേ, ഇതൊക്കെ WH വേർഡ്സ് ആണ്, WH ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ WH ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഹു ആർ യു, വാട്ട് ഈസ് യുവർ നെയിം, വേർ ആർ യു ഫ്രം അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്, നിങ്ങൾ WH ക്വസ്റ്റ്യൻസിലാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അത് എന്ത് പറയുക, അല്ലെങ്കിൽ WH വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എസ് അല്ലെങ്കിൽ നോയിൽ അവസാനിക്കും അല്ലേ. ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എസ് അല്ലെങ്കിൽ നോയിൽ അവസാനിക്കും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിൽ യു ഹെൽപ്പ് മീ അല്ലേ, വിൽ യു ഹെൽപ്പ് മീ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അതിനൊരു ആൻസർ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. ഇത്തരത്തിൽ എസ്സോ അല്ലെങ്കിൽ നോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി വരുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ പറയുന്നത് ഇംപറേറ്റീവ് സെൻറ്റൻസ്. ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യാൻ, പ്രധാനമായിട്ടും ഓർഡർ, കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ്, വിഷ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് സെൻറ്റൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ്, വിഷ് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കാര്യം നമ്മൾ മറ്റൊരാളോട് ചെയ്യാൻ പറയുക, ഓർഡർ ചെയ്യാൻ പറയുക അല്ലേ, ഒരു കൽപ്പന രൂപത്തിൽ പറയുന്ന അല്ലേ, കൽപ്പിക്കുന്ന രൂപത്തിൽ നമ്മളൊരു സെൻറ്റൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇംപറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഓപ്പൺ ദി വിൻഡോ അല്ലേ, ഷട്ട് ദി ഡോർ അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഒരു കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് മോഡിലോട്ട് നമ്മൾ സെൻറ്റൻസിനെ പറയുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും.
ഓക്കെ അല്ലേ? അടുത്തത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. എന്താണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ? എക്സ്ക്ലമേഷൻ മാർക്ക് അറിയാലോ, അതായത് എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്ന സെൻറ്റൻസിനെയാണ്, അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്കുള്ള സെൻറ്റൻസുകളെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അതായത് നമ്മുടെ എക്സൈറ്റ്മെൻറ്റ്, ഇമോഷൻസ് ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ ഉണ്ടാവും അല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കൂ, വാട്ട് എ വണ്ടർഫുൾ ഡേ ഇറ്റ് ഈസ് അല്ലേ? അതേപോലെ വൗ ഇറ്റ്സ് എ ലവ്ലി ഡേ, അതേപോലെ വി വോൺ. അപ്പോൾ നമ്മുടെ എമോഷൻസ്, നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ, നമ്മളൊരു പൂവിനെ കണ്ടാലോ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ് അല്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്കോട് കൂടി നമ്മൾ പറയുന്ന സെൻറ്റൻസുകളെയാണ് എന്ത് പറയുന്നത്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് വേറൊരു തരം ക്ലാസിഫിക്കേഷനാണ്, അതായത് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടുള്ള സെൻറ്റൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ. കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് അക്കോർഡിംഗ് ടു സ്ട്രക്ചർ. ഓരോ സെൻറ്റൻസും പല സ്ട്രക്ചറിലായിരിക്കും അല്ലേ? എല്ലാം ഒരേ സ്ട്രക്ചറിലല്ല. അപ്പോൾ പല സ്ട്രക്ചറിലായതുകൊണ്ട് തന്നെ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനനുസരിച്ച് നമ്മളെ സെൻറ്റൻസുകളെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേതൊക്കെയാണ്? ഒന്നാമത്തേത് സിമ്പിൾ സെൻറ്റൻസസ്, 2 കോമ്പൗണ്ട് സെൻറ്റൻസസ്, 3 കോംപ്ലക്സ് സെൻറ്റൻസസ്, 4 കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ 4ആയിട്ട് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതിലാദ്യം നമ്മൾ പറയുന്നത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. സിമ്പിൾ സെൻറ്റൻസസ് നമുക്കറിയാം, ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടായിരിക്കും, ബട്ട് നോ ഡിപ്പെൻഡൻറ്റ് ക്ലോസസ്. ഓക്കെ, സിമ്പിൾ സെൻറ്റൻസസ് കണ്ടെയ്ൻസ് എ സബ്ജക്റ്റ് ആൻഡ് എ വെർബ് ബട്ട് നോ ഡിപ്പെൻഡൻറ്റ് ക്ലോസസ്. അപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ഇല്ലാത്ത ഒരു സബ്ജക്റ്റും ഒരു വെർബ് മാത്രം അടങ്ങിയ സെൻറ്റൻസിനെയാണ് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ്, സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസുകളെ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഐ ആം എ ടീച്ചർ അല്ലേ, ഷീ ഈസ് വാക്കിംഗ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുക? സിമ്പിൾ സെൻറ്റൻസസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ പറയുന്നത് കോമ്പൗണ്ട് സെൻറ്റൻസസ്. എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് കണ്ടെയ്ൻസ് 2 or more independent clauses. It contains 2 or more independent clauses which joins with coordinating conjunctions. അല്ലേ? അതായത് 2 അല്ലെങ്കിൽ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഉണ്ടായിരിക്കും. അതിനെങ്ങനെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള 2 അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് അടങ്ങിയ സെൻറ്റൻസിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസസ് എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് എന്ന് പറഞ്ഞാൽ. ആ ഒരു സെൻറ്റൻസിന് ഒരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടായിരിക്കും അല്ലേ? കംപ്ലീറ്റ് മീനിങ് അടങ്ങിയ ഒരു സെൻറ്റൻസിൻ്റെ പാർട്ട് ഓഫ് സെൻറ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് എന്ന് പറയുക. അപ്പോൾ 2 അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിനെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ജോയിൻ ചെയ്തിട്ടുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് വെച്ചാൽ അത് ഏതൊക്കെയാണ്? ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. ഓക്കെ, അത് നമുക്ക് ഒരു കോഡ് വെച്ചിട്ട് പഠിക്കാം. ഫാൻ ബോയ്സ് എന്നുള്ള കോഡ് വെച്ചിട്ട് ഓരോ കൺജങ്ഷൻസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്നൊരു കോഡ് ഉണ്ടാക്കാം, അതായത് ഫാൻ ബോയ്സ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചിട്ട് 2 അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ജോയിൻ ചെയ്തിട്ടുള്ള സെൻറ്റൻസുകളെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പൗണ്ട് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ പറയുന്നത് കോംപ്ലക്സ് സെൻറ്റൻസ്. എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? സെൻറ്റൻസ് വിത്ത് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആൻഡ് എൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മെയിൻലി ഫോംസ് വിത്ത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഓക്കെ, അപ്പോൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെയും സബോർഡിനേറ്റ് കൺജങ്ഷൻസ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സെൻറ്റൻസുകളെ, അത്തരം സ്ട്രക്ചറുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസസ് എന്ന് പറയുക. ഇനി എന്താണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിന് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ആസ്, although, whereas, because, even though, while, since, though, even if, where, so that, as soon as, when, wherever, as long as, after, once, before, until, that, in case, in order that. ഇവയാണ് എന്ത് വരുന്നത്? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോംപ്ലക്സ് സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചിട്ട് ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെയും ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും നമ്മൾ എന്ത് ചെയ്യും? ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു പാർട്ട് ഓഫ് സെൻറ്റൻസ്, അല്ലെങ്കിൽ ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തുക? കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഇൻഡിപെൻഡൻറ്റ് ക്ലോസും. അതായത് ഒരു സെൻറ്റൻസിൽ കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെൻറ്റൻസിൻ്റെ പാർട്ടിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയും. കംപ്ലീറ്റ് മീനിങ് ഇല്ല, അതിന് ഏതെങ്കിലും ഭാഗത്തോട് ചേരുമ്പോൾ മാത്രമേ മീനിങ് കിട്ടുന്നുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ പറയുക ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്നാണ്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇഫ് യു കോൾ മീ ഐ വിൽ കം. ഇവിടെ ഇഫ് യു കോൾ മീ, നീ എന്നെ വിളിക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ കംപ്ലീറ്റ് അല്ല ആ സെൻറ്റൻസ്, അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ അത് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആയിട്ടാണ് പറയുക. ഇനി ഐ വിൽ കം എന്നുള്ളത്, ഞാൻ വരും എന്നുള്ളത് എന്താണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. കാരണം എന്താ, അത് കംപ്ലീറ്റ് മീനിങ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ഇതാണ് എന്ത്, ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. എന്താണ്, എ സെൻറ്റൻസ് ദാറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആൻഡ് 1 or more ഡിപ്പെൻഡൻറ്റ് ക്ലോസസ്. കുറഞ്ഞത് 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒന്നോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് ക്ലോസും അടങ്ങിയ സെൻറ്റൻസുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ് എന്ന് പറയും. ഓക്കെ, ഒന്നോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് ക്ലോസും 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസും കുറഞ്ഞത് ഉണ്ടായിരിക്കുന്ന ആ ഒരു സെൻറ്റൻസിൽ ഉണ്ടായിരിക്കണം. അത്തരം സ്ട്രക്ചറുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടൈപ്പ് ഓഫ് സെൻറ്റൻസുമായി ബന്ധപ്പെട്ട് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.